السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയ കൂട്ടുകാരെ, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ നിമിഷങ്ങളും മുഅ്മിനായ ആശിഖീങ്ങളായ മുഹബ്ബീങ്ങളായ മുഅ്മിനീങ്ങളായ നമുക്ക് ജീവിതത്തിൽ വലിയ പാഠമാണ് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്ന സമയത്ത് മക്ബറകളിൽപ്പെട്ട ഒരു മക്ബറയിൽ നിന്ന്, ഒരു ഖബറിൽ നിന്ന് ഒരു വലിയ അട്ടഹാസം കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. അൽ അമാനു അൽ അമാനു യാ ഹബീബല്ലാഹ്, അൽ അമാനു മിൻ അദാബിൽ ഖബ്രി യാ റസൂലല്ലാഹ്. റസൂലേ, എന്നെ രക്ഷപ്പെടുത്തണം, ഈ ഖബറിൻ്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഹബീബായ റസൂലെ എന്നെ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി തങ്ങൾ അത് കേൾക്കാനിടയാവുകയാണ്. അവിടുത്തെ സഹാബത്തെ കിറാമിനോട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സൽമാനോട് ചോദിച്ചു, സൽമാനെ, ഈ ഖബർ ആരുടേതാണെന്ന് അറിയുമോ? അവിടുന്ന് പറയുന്നു, നബി, എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന നിവാസികളെ മുഴുവനായിട്ടും ആ ഖബർസ്ഥാനിലേക്ക് ക്ഷണിക്കുകയാണ്. ഓരോരുത്തരെയും ആ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഉദ്ദേശം ഈ ഖബറിൻ്റെ കുടുംബക്കാർ ആരാണ്, ഈ ഖബറാളിയുടെ കുടുംബക്കാർ ആരാണ് എന്നുള്ള ഉദ്ദേശമാണ്. നബി തങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു, പക്ഷെ ആരും വരുന്നത് കാണുന്നില്ല. എന്നാലും അള്ളാഹിൻ്റെ ഹബീബ് ക്ഷമയോടും കൂടെ കാത്തു നിന്നു, ആരാണ് ഈ ഖബറിൻ്റെ അടുത്തേക്ക് വരുന്നത്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ വയസ്സായൊരു ഉമ്മ അതാ അവിടേക്ക് നടന്ന് പ്രയാസപ്പെട്ട് ഇരുന്നും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ചാരത്തേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നബി തങ്ങളെ അടുത്തേക്ക് ആ സ്ത്രീ വന്ന് പറഞ്ഞു, റസൂലേ, ഇത് എൻ്റെ മോൻ്റെ ഖബറാണ്. അവിടുന്ന് പറയുന്നു, എന്താണ് നിങ്ങളെ മോൻ ചെയ്ത തെറ്റ്? അവിടുന്ന് പറയുന്നു, നബിയെ, എൻ്റെ മകൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനെല്ലാം ക്ഷമിക്കാം. പക്ഷേ ഒരു സമയം ആരുമറിയാതെ മദ്യപിച്ച് വന്ന് എന്നെ അടിച്ചു നബിയെ, എന്നെ വല്ലാതെ പരിക്കേൽപ്പിച്ചു റസൂലേ. എനിക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല റസൂലേ, അതെനിക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല ഹബീബേ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഈ ഖബറിൻ്റെ അടുത്തേക്ക് ഒന്നും കൂടി കയറി വരൂ. ആ ഖബറിനോട് ചാരി നിന്നിട്ട് ആ ഖബറിലേക്കൊന്ന് സൂക്ഷിച്ച് കാത് കൂർപ്പിച്ചൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചു പറയുന്നു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മോചിതത്ത് കൊണ്ട് ആ ഖബറാളിയുടെ ശബ്ദം ഉമ്മക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഉമ്മ നെട്ടിത്തെറിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഹബീബേ, എൻ്റെ പൊന്നുമോനെ ഞാൻ മാപ്പ് നൽകിയിട്ടുണ്ട് റസൂലേ. അവിടുന്ന് ഉമ്മ കരയുകയാണ് അള്ളാഹിൻ്റെ ഹബീബിനോട്. ആ ഖബറാളി ഹബീബായ റസൂലെ, ശുക്രൻ യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങേക്ക് നന്ദി, എന്നെ ഈ വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റസൂലെ, അങ്ങേക്ക് നന്ദി എന്ന് അള്ളാഹിൻ്റെ ഹബീബിനോട് ആ ഖബറാളി വിളിച്ചു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം അത് ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ്. ജീവിതത്തിൻ്റെ സന്തോഷവും എത്ര വയസ്സായാലും അവരുണ്ടാകുമ്പോൾ നമുക്കൊരു ബലമാണ്, നമുക്കൊരു കരുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തണലിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.